നമസ്കാരം. എന്തായാലും കിഫ്ബി എന്ന ആ കുരുക്കിൽ നിന്നും തോമസ് ഐസക്കിന് പുറത്തു കടക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇ ഡി എന്തായാലും തോമസ് ഐസക്കിനെ വിടുന്ന ലക്ഷണമില്ല. പലതവണ കോടതിയിൽ കയറിയിറങ്ങി ഇ ഡിയുടെ മുന്നിൽ എത്തിപ്പെടാതിരിക്കാൻ, അവരുടെ മുന്നിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ ഒരുപാട് കുതന്ത്രങ്ങളും മറ്റും തോമസ് ഐസക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഇ ഡി എന്തായാലും തോമസ് ഐസക്കിന് പിന്നാലെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട എനിക്ക് യാതൊരുമായ ഉത്തരവാദിത്വവും, എനിക്ക് മാത്രമായിട്ടൊരു ഉത്തരവാദിത്വമില്ല, ഞാൻ മാത്രമായിട്ടല്ല കിഫ്ബിയുടെ മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചതിന് തനിക്ക് മാത്രമായ ഒരു പ്രത്യേക റോളില്ല, തോമസ് ഐസക്ക് അങ്ങനെയാണ് ഇ ഡിക്ക് കഴിഞ്ഞ ദിവസം ഒരു കത്ത് നൽകി. അതായത് തനിക്ക് ആ ദിവസം പങ്കെടുക്കാൻ കഴിയില്ല, 22-ാം തീയതി പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി വീണ്ടും കത്ത് നൽകിയത്. അപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതിനകത്ത് ചില ന്യായീകരണങ്ങൾ പറഞ്ഞു. ഞാൻ മാത്രമല്ല ഉത്തരവാദിത്വം, എനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗമാണ് തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ ഇ ഡി പിന്തുടരുന്നതെന്ന തരത്തിലുള്ള ചോദ്യമാണ് നൽകിയിരുന്നത്. എന്തായാലും ആ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ വിശദമായ കത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്ന് ഈ തോമസ് ഐസക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ഇ ഡി കിഫ്ബിയുടെ 11ാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെയും 34ാമത് ജനറൽ ബോഡി യോഗത്തിന്റെയും മിനിറ്റ്സുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇ ഡി തോമസ് ഐസക്കിനെ വിടാൻ താല്പര്യമില്ല, പിന്നാലെ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇതിൽ 2019 ജനുവരി 17 ജനറൽ ബോഡി യോഗത്തിന്റെ അവസാന അജണ്ടയാണ് മസാല ബോണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ഇതിൽ കാണുന്നു. ഇനി എന്താണ് ഈ മിനിറ്റ്സിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഈ ഇ ഡി ഇപ്പോൾ ഈ കിഫ്ബിയുടെ മിനിറ്റ്സ് എന്തിനാണ് പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് അത് പുറത്ത് വരുത്തിയത്, അല്ലെങ്കിൽ അത് പുറത്ത് കാണിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നത് നമുക്ക് കാണേണ്ടതുണ്ട്. മസാല ബോണ്ട് ഇറക്കുന്നതിൽ തീരുമാനമെടുക്കാൻ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെയാണ് അവസാനം ഈ യോഗം ചുമതലപ്പെടുത്തിയത്. അപ്പോഴത്തെ വിപണി അനുസരിച്ച് മസാല ബോണ്ടിന് തീരുമാനമെടുക്കുക ബുദ്ധിമുട്ടാണെന്ന് സിഇഒ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പലിശ വാഗ്ദാനം ചെയ്താലേ മുന്നോട്ട് പോകാനാവൂ എന്ന് വിപണിയുടെ നിലവിലെ അവസ്ഥ പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് യോഗത്തിന് സമർപ്പിച്ചുകൊണ്ട് സിഇഒ KM എബ്രഹാം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ചർച്ചയിൽ അന്നത്തെ ധനകാര്യ സെക്രട്ടറി മനോജ് ജോഷി ആശങ്ക ഉന്നയിച്ച് രംഗത്ത് വന്നത്. ആഭ്യന്തര കടപത്രത്തേക്കാൾ ഉയർന്ന പലിശ നൽകി എന്തിനാണ് മസാല ബോണ്ട് ഇറക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു യോഗത്തിൽ. കിഫ്ബിയുടെ തന്നെ കഴിഞ്ഞ തവണത്തെ ആഭ്യന്തര കടപത്രത്തിന്റെ പലിശ വാഗ്ദാനം ലഭിച്ചത് 10.15% കിഫ്ബിക്ക് സമാനമായ സ്വയംഭരണ ബോഡിയായ ആന്ധ്രാപ്രദേശ് തലസ്ഥാന മേഖല വികസന അതോറിറ്റിക്ക് അവരുടെ കടപ്പത്രത്തിനായി ലഭിച്ച വാഗ്ദാനം 10.72% നമ്മൾ എന്തിനാണ് കുറഞ്ഞ പലിശയ്ക്ക് ഇങ്ങനെ ബോണ്ട് കൊടുക്കുന്നത്, വിതരണം ചെയ്യുന്നത് എന്നാണ് പ്രധാനമായിട്ടും അവിടെ ചീഫ് സെക്രട്ടറി ചോദിച്ചത്. ആഭ്യന്തര കടപ്പത്ര വിപണിയേക്കാൾ വിദേശ പലിശ നിരക്ക് താഴെ നിൽക്കുമ്പോൾ എന്തിനാണ് മസാല ബോണ്ട് ഇറക്കുന്നതെന്നാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസഫും ചോദിച്ചത്. ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, സെക്രട്ടറിയാണ് നേരത്തെ അത്തരം കാര്യം ചോദിച്ചതെങ്കിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഈ കുറഞ്ഞ പലിശയ്ക്ക് നമ്മൾ ആഭ്യന്തര വിപണിയിലെ പലിശക്കാലും കുറഞ്ഞ പലിശയ്ക്ക് നമ്മൾ വിദേശ ബോണ്ട് എന്തിനാണ് വിതരണം ചെയ്യുന്നതെന്ന് ചോദിച്ചത്. മികച്ച ക്രെഡിറ്റ് റേറ്റുള്ള സ്ഥാപനങ്ങൾക്ക് വരെ ഉയർന്ന പലിശയാണ് കടപത്രത്തിന് വാഗ്ദാനമായി ലഭിക്കുന്നത് എന്നതിനാൽ മസാല ബോണ്ടിനും നല്ലൊരു വാഗ്ദാനം ലഭിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും കിഫ്ബി ബോർഡ് അംഗമായ പ്രൊഫസർ സുശീൽ ഖന്നയും ചൂണ്ടിക്കാട്ടി. അപ്പൊ ഇവരെല്ലാവരും അന്ന് ഇങ്ങനെ വിദേശ വിപണിയിൽ നമ്മൾ ഇങ്ങനെ മസാല ബോണ്ട് കിഫ്ബിയുടെ മസാല ബോണ്ട് വിതരണം ചെയ്യുന്നത് ശരിയല്ല, അത് അപകടത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വിപണി മെച്ചപ്പെടുമ്പോൾ മസാല ബോണ്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നും മറ്റൊരംഗമായ TN ഗുപ്തയും ഒരു തോമസ് ഐസക്കിനെ പിന്തുണച്ചോട് പറയുന്നിരുന്നു. എന്നാൽ യോഗത്തിന്റെ മിനിറ്റ്സ് 2019 ജനുവരി 22 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ മിനിറ്റ്സിൽ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ഒരു വിദേശത്ത് ഇടപെടാൻ, വിദേശ വിപണിയിൽ ഇടപെടാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ അതിനെ നമ്മൾ കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മസാല ബോണ്ട് വിദേശ വിപണിയിൽ ഇറക്കണം, അതിന് എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ ന്യായയുക്തമാക്കി അതിനെ വിശദീകരിച്ചുകൊണ്ട് അത് കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് തോമസ് ഐസക്കാണ്, ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ. ആ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ
നിർബന്ധപൂർവമായ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്ന അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി പോലും ഒന്നും മിണ്ടാതിരുന്നത്. കാരണം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഈ ചീഫ് സെക്രട്ടറിക്കും ധനകാര്യ സെക്രട്ടറിക്കും അതുപോലെ മറ്റ് സിഇഒയ്ക്കും ഒക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. തോമസ് ഐസക്കിനും ഇതിന്റെ വ്യക്തമായിട്ട് ഇതിന്റെ എക്കോണമി എന്താണെന്ന് അറിയാം. പക്ഷേ മുഖ്യമന്ത്രിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതെല്ലാം കേട്ടിരുന്നു. അവസാനം തോമസ് ഐസക് പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാവരും മന്ത്രി എന്ന നിലയിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മസാല ബോണ്ട് പുറത്ത് ഇറക്കാൻ വിദേശത്ത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഉത്തരവാദിത്തമില്ല, കൂട്ടുത്തരവാദിത്തം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ തോമസ് ഐസക്കിനെ കടന്നാക്രമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കടപുഴകിയിരിക്കുകയാണ് ഇപ്പോൾ ഇഡിയുടെ ഈ പുതിയ മിനിറ്റ്സ് വെളിപ്പെടുത്തലിൽ നിന്നും വന്നിരിക്കുന്നത്. തോമസ് ഐസക്കിന് രക്ഷയില്ല. കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് കിടക്കേണ്ടി വരും.